രാഹുലെ, നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പൊ വന്നിട്ടൊരു കറക്റ്റ് ഒരു വലിയ വെട്ടി പൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത്തവണ കോൺഗ്രസിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന്. ഉണ്ടായേക്കാം. അതായത് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞൊരു പ്രതീക്ഷയാണ് തന്നിരിക്കുന്നത്. അതായത് ഇതേപോലെ വനിതാ മുഖ്യമന്ത്രിയെ പറഞ്ഞു പറ്റിച്ച മറ്റു മുന്നണികൾ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോഴാണ് ഒരു കേന്ദ്ര നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. എന്ത് പറയുന്നു? അങ്ങനെ ഒരു സംഭാഷണം പറയുമ്പോൾ അല്ല, രാഹുൽ ഗാന്ധി പറയുന്നത് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാക്കി, അപ്പൊ അത് അദ്ദേഹം സ്ത്രീ സുരക്ഷയുടെയും സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാതിനിധ്യത്തെയും കുറിച്ചൊക്കെ പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു പോയതാണ്. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വനിതകൾ വളരെ കുറവാണ്. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും, കോൺഗ്രസിന് മാത്രമല്ല CPM-ന്റെ ആണെങ്കിൽ പോലും വിരലിലെണ്ണാൻ കഴിയുന്ന ആളുകൾ മാത്രമാണ് വനിതകളായിട്ട്. അതെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും UDF-ന്റെ കാര്യത്തിൽ പിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ പിരിക്കുകയാണെങ്കിൽ, കോൺഗ്രസിൽ നിന്നായിരിക്കാം ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം കോൺഗ്രസ് ആണ് പ്രധാന കക്ഷി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ രമ്യ ഹരിദാസ് ചിറയൻകീഴ് മത്സരിക്കുന്നു. പിന്നീട് കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുണ്ട്, പിന്നീട് ഐഷ പോറ്റിയുണ്ട്. പിന്നീട് ആലപ്പുഴയിലാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്. പിന്നെ എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ ഉമാ തോമസ് ഉണ്ട്. പിന്നീട് കോഴിക്കോടുള്ളത് എലത്തൂര് വിദ്യാ ബാലകൃഷ്ണൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളൊക്കെയാണ് അവിടെ മത്സരിക്കുന്നത് കേരളത്തിൽ. അതെ, അപ്പോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സീനിയർ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കന്മാർ, ഒന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന, ചിറയൻകീഴ് മത്സരിക്കുന്ന രമ്യ ഹരിദാസ്. അപ്പോൾ രമ്യ ഹരിദാസിനെ പറ്റി നമുക്കറിയാം, MP ആയിരുന്നു, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മൾ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് രണ്ട് മുതിർന്ന ആളുകളുണ്ട്. ഒന്ന് ബിന്ദു കൃഷ്ണയും ഒന്ന് ഐഷ പോറ്റിയുമാണുള്ളത്. പിന്നീട് ആലപ്പുഴയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ ഇത്രയും ആളുകളാണ് സീനിയർ ആയിട്ടുള്ള നേതാക്കൾ. പിന്നീട് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉമാ തോമസ്. ഇത്രയും ആളുകളാണ് ഏകദേശം സീനിയർ എന്ന് പറയാൻ കഴിയുന്ന വനിതാ കോൺഗ്രസ് നേതാക്കന്മാർ. അപ്പോൾ ഇവരിൽ ആർക്ക് സീറ്റ് കൊടുക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ, പിന്നീട് ഉമാ തോമസ്, എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, ഐഷ പോറ്റി, ഈ 4 പേരുകളും പരിഗണിക്കാൻ കഴിയുന്ന തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും സീനിയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഷ പോറ്റി തന്നെ ആയിരിക്കും. ഇപ്പോൾ ഐഷ പോറ്റി CPM-നോടൊപ്പം ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ UDF-നോടൊപ്പമാണ്, കോൺഗ്രസിലാണ്, കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഐഷ പോറ്റിക്ക് കൊടുക്കുമോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കൊടുത്തേക്കാം. കോൺഗ്രസ് ആണ് പാർട്ടി. പിന്നീട് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഐഷ പോറ്റിയുടെ എക്സ്പീരിയൻസ് തന്നെ വളരെ എക്സ്പീരിയൻസ് ആണ്. അതായത് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2006, 2011, 2016 ഈ വർഷം, അതായത് 3 ടൈമിൽ MLA ആയിരുന്നു, കൊട്ടാരക്കരയുടെ MLA ആയിരുന്നു. പിന്നെ കൊല്ലം ജില്ലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് 10-15 കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അപ്പോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മൊത്തത്തിൽ ഭരിക്കുന്ന പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ പോലും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പോസ്റ്റാണ്. അപ്പൊ ഒരു MLA-ക്കാളിലും പവർ ഉണ്ട് ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത്തരത്തിലായിരുന്നു അവരുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ LLB വക്കീലാണ്. സ്വാഭാവികമാണ് ഇപ്പൊ തന്നെ അവർക്ക് കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും ഇവർ അടുത്തേക്ക് സമീപിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങളുമായിട്ട് നല്ല മിംഗ്ലിംഗ് ഉണ്ട്. അതെ, സമ്പർക്കം. അതെ. പിന്നീട് ഉമാ തോമസിലേക്ക് വരികയാണെങ്കിൽ ഉമാ തോമസ് നമുക്കറിയാം വലിയ നേതാവിന്റെ ഒരു ഭാര്യയാണ്. അപ്പോ അങ്ങനെയാണ് ഒരു തരംഗത്തിന്റെ പുറത്താണ് ഉമാ തോമസിന് സീറ്റ് കൊടുക്കുന്നത്. പിന്നീടുള്ളത് നമുക്കറിയാവുന്ന ഷാനിമോൾ ഉസ്മാൻ ആണ്, അറിയപ്പെടുന്ന ഒരു നേതാവാണ്, അറിയപ്പെടുന്ന നേതാവാണ്, ഒരു തവണ MLA ആയതാണ്. അതെ, സ്വാഭാവികമായിട്ട് ഇവരെക്കാട്ടിലും എല്ലാ എക്സ്പീരിയൻസ് ഉള്ളത് ഐഷ പോറ്റിക്കാണ്. ഇനി കോൺഗ്രസ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ള ഒരു വനിതാ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇനി ഐഷ പോറ്റിക്ക് കൊടുക്കാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇപ്പോഴാണ് കോൺഗ്രസിലേക്ക് വന്നത് എങ്കിലും അവരുടെ ഒരു എക്സ്പീരിയൻസ് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണല്ലോ. അതെ, അവർ തീരുമാനിക്കും, കോൺഗ്രസ് തീരുമാനിക്കുന്നു ഐഷ പോറ്റി ആക്കണമെന്ന്. CPM കിട്ടുന്ന ഏറ്റവും വലിയൊരു ചെകിടത്ത് അടിയായിരിക്കും. അവര് അവഗണിച്ചിട്ടുകൊണ്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. എനിക്കൊന്നു കൊട്ടാരക്കരയിൽ തന്നെ ചിലപ്പോൾ ഇത് ചർച്ചാ വിഷയമായേക്കാം. ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഐഷ പോറ്റിയെ പരിഗണിക്കുന്നു കൊട്ടാരക്കരയിലേക്ക്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായേക്കാം. നമുക്ക് ഈ രാഷ്ട്രീയമാണ്, ഒന്നും പ്രവചിക്കാൻ കഴിയില്ല, എല്ലാം പ്രവചനാതീതമാണ്. കാരണം നാളെ എങ്ങനെയാണ് മനസ്സ് മാറാൻ പോകുന്നത്? ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിന്റെ രീതിയിലുള്ള
വഴക്കുകൾ അടികൾ ഉണ്ടാക്കുന്നു എന്നുള്ള പ്രചരണങ്ങളാണ് മാധ്യമങ്ങളാണെങ്കിൽ പോലും കൊടുക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗം ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു യോഗം ചേർന്ന് കഴിഞ്ഞാൽ ഇതാ സതീശന്റെ ഗ്രൂപ്പ് യോഗം ചേർന്നിരിക്കുന്നു, സതീശന്റെ ആളുകൾ ഗ്രൂപ്പ് യോഗം ചേർന്നിരിക്കുന്നു, ഇതാ KCയുടെ ആളുകൾ ഗ്രൂപ്പ് യോഗം ചേർന്നിരിക്കുന്നു. ഗ്രൂപ്പ് യോഗത്തിന്റെ ആഫ്റ്റർ എഫക്ട് ആണെങ്കിലും പറയും. അതെ, ഇന്ന തീരുമാനം എടുത്ത് പിരിഞ്ഞു. അത് ചിലപ്പോ അവർ പോലും അറിഞ്ഞു കാണത്തില്ല. അപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സോഴ്സുകൾ വരെ കണ്ടെത്തുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ആരോട് എന്തോ അവിടെ സംസാരിച്ചത്, അപ്പൊ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അത് നേരെ എടുത്ത് മാധ്യമങ്ങൾ കഥയാക്കും. അപ്പോൾ ഇന്ന രീതിയിലായിരുന്നു എങ്ങനെ KC വേണുഗോപാലിന് ഇവിടെ മുഖ്യമന്ത്രിയാകാം എന്നുള്ളതിന്റെ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ആ ഗ്രൂപ്പിലെ അംഗങ്ങളോട് പങ്കെടുത്തത്. അതെ, ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോ രമേശ് ചെന്നിത്തലയാണെങ്കിലും VD സതീശനാണെങ്കിലും ഇവരെല്ലാം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇവര് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഡൽഹിയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത, ഇപ്പോൾ ഷിയാസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഷിയാസിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാണ്. അതായത് KCയുടെ ഒരു പക്ഷവും VD സതീശൻ മറുപക്ഷവുമായിട്ട് KC പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് VD സതീശൻ ആക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങൾ ഉണ്ടായി. അല്ല, VD സതീശൻ അത് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. KC വേണുഗോപാലാണ് ഷിയാസിനെ ആദ്യം പേര് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളാണ് അടിച്ചിറക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുറെ അധികം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കുപ്പായം തയ്ച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇലക്ഷന് ശേഷം മാത്രമേ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അല്ല, അവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയെ പറ്റി ആലോചിച്ചുകൂടാ? അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ പാർട്ടിയിൽ ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു നേതാവ് എന്ന് പറയുന്നത് ഐഷ പോറ്റി തന്നെയാണ്. ഭരണപരിചയത്തിന്റെ കാര്യത്തിലാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഐഷ പോറ്റി വന്നിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയുള്ളൂ. പക്ഷേ സീനിയോറിറ്റി എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പോ ഒരു പഞ്ചായത്ത് ഭരിക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഭരിക്കുക, അത് പോരാഞ്ഞിട്ട് കൊട്ടാരക്കര മണ്ഡലത്തിൽ 3 MLA ആയിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ അതിനൊരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോ ഐഷ പോറ്റി ആദ്യമായിട്ട് മത്സരിക്കുന്ന സാഹചര്യം, ഇപ്പോൾ ആദ്യമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ഓക്കെ ശരി, നമുക്കറിയാം വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതായത് 3.5 പതിറ്റാണ്ടായിട്ട് നമ്മുടെ അവിടുത്തെ ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതായത് കേരള കോൺഗ്രസിന്റെ കരുത്തുറ്റൊരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഐഷ പോറ്റി മത്സരിച്ച് വിജയിക്കുന്നു. 2ാം തവണ എനിക്ക് തോന്നുന്നു 2011 ഐഷ പോറ്റി കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത്, ഭൂരിപക്ഷം എന്ന് പറയുന്നത് 20,592 അതായത് അതിനുശേഷം 2016 വരുമ്പോൾ 2016 നമുക്കറിയാം വലിയൊരു LDF തരംഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് 40,000-ൽ പരം, അതായത് 42,632 ഭൂരിപക്ഷം, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ് ഐഷ പോറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ബാലഗോപാല പക്ഷേ അവിടെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ 10,014 വോട്ട് മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ഐഷ പോറ്റിക്ക് കഷ്ടിച്ച രക്ഷപ്പെട്ടത്. അല്ല, ഇത്തവണ എന്താണെങ്കിലും ഐഷ പോറ്റി അവിടെ വിജയിക്കും. നല്ലൊരു മത്സരമാണ് എന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഐഷ പോറ്റി അവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അവിടെ ഇപ്പൊ കോൺഗ്രസിലേക്ക് രശ്മി പോയത് വലിയ വിഷയമൊന്നും ആയില്ല. BJP-യിലേക്ക് പോയത്, അതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം, അതായത് 2016 മത്സരിക്കുന്ന സമയത്ത് അവിടെ BJP-ക്ക് 24,062 വോട്ടാണുള്ളത്. പക്ഷെ അവിടെ 2016 വരുമ്പോൾ 21,223 വോട്ടായിട്ട് കുറയുന്നുണ്ട്. അപ്പം BJP-യെ സംബന്ധിച്ച് ഏകദേശം 10,25,000 വോട്ടിന്റെ വോട്ട് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോ സ്വാഭാവികമായിട്ടും, അതായത് അന്ന് ബാലഗോപാൽ മത്സരിക്കുന്ന സമയത്ത് BJP-യുടെ വോട്ട് കുറയുകയാണ് ചെയ്തത്. എന്നിട്ടും രശ്മിയുടെ വോട്ട് കൂടി, കോൺഗ്രസിന്റെ വോട്ട് കൂടി. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി ഐഷ പോറ്റി മത്സരിക്കുകയാണെങ്കിൽ ഏകദേശം 30,000 കിട്ടാനുള്ള വോട്ടും അല്ലാതെ ഈ തെന്നി നിൽക്കുന്ന വോട്ടുകളൊക്കെ ഒരു 30,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഐഷ പോറ്റി വിജയിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും കോൺഗ്രസ് പരിഗണിക്കും. തീർച്ചയായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു കരുത്തുറ്റ നേതാവായിട്ട് അവിടെ മാറുകയാണ് ഐഷ പോറ്റി. അത് എതിർപക്ഷത്തുള്ള രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു തല്ലുകൂടെ ആയിരിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഐഷ പോറ്റി, ഇപ്പോ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാണ് ഇപ്പോ അവര് തന്നെ പറയുന്നത്, കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഐഷ പോറ്റി തന്നെ എത്രയോ വർഷം അവരെ ഉപദ്രവിച്ചു. അവരെ രാഷ്ട്രീയപരമായിട്ട് അവരെ അടുപ്പിച്ച പോലുമില്ല. ചില കോക്കസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയി. അവരെ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ അവര് ചില ക്ലിക്കുകൾ പെടുന്നവരെ അവരങ്ങ് കൊണ്ടുപോകുന്നു. 3 ടൈം അവര് MLA ആയിരുന്നു എന്നുള്ള പരിഗണന പോലും പാർട്ടി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ മൂല്യമുണ്ട്, അതിനെ ഇവർ മനസ്സിലാക്കിയില്ല.
തീർച്ചയായിട്ടും. എന്താണെങ്കിലും ഐഷ പോറ്റി കോൺഗ്രസിന്റെ ഒരു അസറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ എന്റെ ഒരു കണക്കൂട്ടിൽ ഇപ്പോൾ ഇത്രയും സീനിയർ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. ഇപ്പോ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചാണെങ്കിൽ ബിന്ദു കൃഷ്ണ DCC പ്രസിഡന്റ് ആയിട്ടുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയില് ബിന്ദു കൃഷ്ണ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ ഇവർ രണ്ടുപേര് ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോ ഇവർ രണ്ടുപേരും ഒരു സംഘടനാ തലത്തിൽ ഉണ്ട്. ഒരു തവണ MLA മാത്രമാണ് ഷാനിമോൾ ആയിട്ടുള്ളത്. അതെ, ഇവർ രണ്ടുപേരും ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പലതവണ തോറ്റിട്ടുള്ള നേതാക്കന്മാരാണ്. അത് ഒരുപാട് തവണ മത്സരിച്ചിട്ടുണ്ട്. അതെ, അപ്പോ എന്ത് തന്നെയാണെങ്കിലും പക്ഷെ ഐഷ പോറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഐഷ പോറ്റി വിജയിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. അതായത് ഈ സംഘടനാ തലത്തിൽ ഭരണ മികവ് നോക്കുകയാണെങ്കിൽ MLA 3 ടൈം ഇരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അവർക്ക് ഭരണ നൈപുണ്യമുണ്ട്, അത്രയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐഷ പോറ്റിയിലേക്ക് കോൺഗ്രസ് എത്തുകയാണെങ്കിൽ ചില സമവാക്യങ്ങൾ ശരിയാകുകയാണെങ്കിൽ ചിലപ്പോ നമുക്കറിയാം അവിടെ ഐഷ പോറ്റിയെ കൊണ്ടുവന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. അപ്പോ കൊടിക്കുന്നിൽ സുരേഷ് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയാണെങ്കിൽ ഐഷ പോറ്റിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയൊരു കോൺഗ്രസ് ആണ്. അതെ, സമവാക്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അവിടെ ഐഷ പോറ്റി മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ കോൺഗ്രസിൽ മറ്റൊരു രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചരിത്രം തിരുത്തി എഴുതും. അതെ, ചരിത്രം പറഞ്ഞു പറ്റിക്കുന്ന സ്വഭാവമല്ല കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായേക്കാം. മറ്റുള്ളവരെ പോലെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സ്വഭാവമല്ല. ഇത്രയും വർഷമായിട്ട് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗൗരിയമ്മയുടെ കാലത്തൊക്കെ ഫുൾ ചിത്രം കൊടുത്ത് മാതൃഭൂമിയിൽ അടുത്ത വനിതാ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുത്ത എനിക്ക് ഓർമ്മയുണ്ട്. ശൈലജ ടീച്ചർ തീർച്ചയായും നമ്മൾ കണ്ടാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ശൈലജ ടീച്ചർ വനിതാ മുഖ്യമന്ത്രി ആകുമെന്നുള്ള വലിയ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒറ്റ അല്ല, ആ പ്രചരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയ വോട്ട്, മട്ടന്നൂർ അവർക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ചരിത്ര ഭൂരിപക്ഷമാണ്. അന്നത്തെ എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ വലിയ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ശൈലജ ടീച്ചർ അവിടെ വിജയിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ട്രെൻഡ് ആയിരിക്കാം ചിലപ്പോൾ കൊട്ടാരക്കരയിലേക്ക് ഇനി വരാൻ പോകുന്നത്. ഇപ്പോ ചരിത്ര ഭൂരിപക്ഷത്തിലായിരിക്കാം ഐഷ പോറ്റി അവിടെ നിന്നും വിജയിച്ച് കയറാൻ പോകുന്നത്. കോൺഗ്രസിലേക്ക് വരണമെന്നൊരു തോന്നൽ ഐഷ പോറ്റിക്ക് ഉണ്ടാകുന്നു. ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നു നേതാക്കൾ. അവരെ ഈ പറയുന്ന രീതിയിൽ മത്സരിപ്പിക്കുന്നു. രാഹുൽ പറഞ്ഞതുപോലെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ. അല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞു, ഒരു സൂചനയാണ് കൊടുത്തത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയെ പറ്റി ആലോചിച്ചുകൂടാ? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി നിങ്ങൾക്ക് തന്നേക്കാം. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ സമവാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇത്രയും പേരുകൾ മാത്രമാണുള്ളത്. പക്ഷെ ആ പേരുകളിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച പേര് എന്ന് പറയുന്നത് ഐഷ പോറ്റി തന്നെയാണ്. കാരണം ഐഷ പോറ്റി അതായത് പാർട്ടി സമവാക്യങ്ങളല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിൽ ഇത്ര കൊല്ലം പാർട്ടിക്കാരിയായിരുന്നു എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഭരണ നൈപുണ്യം. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 3 തവണ 3 ടേമിൽ MLA ആയിരുന്ന ഒരാൾ. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്യാനും ഭരണപരമായിട്ട് കൈകാര്യം ചെയ്യാനും അറിയാവുന്ന ഒരാൾ എന്ന് പറയുന്നത് തികച്ചും, അതായത് അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആള് ഐഷ പോറ്റി തന്നെയാണ്. ചിലപ്പോൾ കോൺഗ്രസ് ആ പേരിലേക്ക് പോയേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി, കൊട്ടാരക്കരയ്ക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, കേരളത്തിൽ ഇതേവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ചിലപ്പോ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായേക്കാം, അത് കൊട്ടാരക്കരയിൽ നിന്നായേക്കാം.